കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദർശനയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു പ്രത്യേക വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ ഞാനായിരിക്കുന്നത്. 2026 ഈ വിഷയം പ്രസംഗിക്കാനായിട്ട് കർത്താവ് ഒരു നിയോഗം തരുന്നു. അധികം പ്രസംഗവേദികളിൽ പ്രസംഗിക്കപ്പെടാത്തതും അധികം ശുശ്രൂഷകന്മാർ പ്രസംഗിക്കാത്തതുമായ ഒരു വിഷയമായിട്ടാണ് ഇതിരിക്കുന്നത് എന്നെനിക്ക് തോന്നിപ്പോകുന്നു. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം. ബുക്ക് ഓഫ് റെവല്യൂഷൻ ചാപ്റ്റർ 3 വേഴ്സ് 14 to 22, 14 മുതൽ 22 വരെയുള്ള വാക്യത്തിലെ ലവോദിക്യ സഭയുടെ ദൂതൻ എഴുതുക. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ്. അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം വളരെ മനോഹരമായ നിലയിൽ യോഹന്നാൻ അപ്പോസ്തലനിലൂടെ ദൈവപുത്രനായ യേശുക്രിസ്തു നമുക്ക് തരുന്നു. ഈ വെളിപ്പാട് പുസ്തകം വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, കുറവാണ്. പ്രസംഗിക്കുന്നെങ്കിൽ പോലും സാധാരണ മഹോദര കാലത്തിലെ ചില വിഷയങ്ങളൊക്കെ എടുത്ത് പ്രസംഗിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. 4-ാമത്തെ അധ്യായത്തിൽ സഭ സ്വർഗത്തിലാണ്. 1, 2, 3 പുതിയ നിയമസഭയ്ക്ക് പഠിച്ചെടുക്കേണ്ട ഗഹനമായ വിഷയങ്ങളാണെന്ന് പിതാക്കന്മാരിൽ നിന്ന് എനിക്ക് പഠിക്കാനിടയായി തീർന്നു. അന്ന് മുതൽ ഞാനിത് പഠിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ചെറിയ തോതിൽ. എന്നാൽ ഈ 2026 ഇത് ശക്തിയോടെ പ്രസംഗിക്കാനുള്ള ഒരാത്മാവിലൊരു ഹേമം കർത്താവ് എനിക്ക് നൽകി തന്നു. ഞാനതുകൊണ്ട് ദിവസങ്ങളായി ഇത് പ്രസംഗിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി, ദൈവശക്തിക്ക് വേണ്ടി, വചനത്തിൻ്റെ പരിജ്ഞാനത്തിന് വേണ്ടി, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകണമെന്ന് എഴുതിയിരിക്കുന്ന പോലെ അതിനുവേണ്ടി ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിയോഗം തരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സാധാരണ ഒരു പ്രസംഗമായിട്ട് ഇതിനെ നമ്മൾ കാണണ്ട. വളരെ ഗഹനമായ വിഷയങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. 7 സഭകൾ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. 7 കാലഘട്ടങ്ങളെയാണ് 7 സഭകൾ എന്ന് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. 7 കാലഘട്ടം. ആ 7 കാലഘട്ടങ്ങളിലെ അവസാനത്തെ കാലഘട്ടമായ ലവോദിക്യ കാലഘട്ടം, ലവോദിക്യ പീരീഡ്, അതെന്തിനെ ഓതുന്നു എന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ വരവിന് മുൻപ് ഈ ഭൂമിയിൽ കാണുന്ന ദൈവമക്കളുടെ അധപ്പതിച്ച ആത്മീക നിലവാരത്തെയാണ് ഈ ലവോദിക്യ തരുന്ന ശക്തമായ പഠനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പുതിയ നിയമസഭയോടുള്ള സത്യവേദ പുസ്തകത്തിലെ അവസാനത്തെ ദൂത് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. വെളിപ്പാട് 3-ന്റെ 19-ാം വാക്യം, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ഇവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവനെ എൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടി സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് പിതാവിനോടുകൂടി അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്നാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ അവസാനത്തെ ദൂത് മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് ദൈവം ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു പ്രധാന
വിഷയമായിരുന്നു മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക. പുതിയ നിയമസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ആദ്യ പ്രസംഗത്തിൽ, ആത്മനിറവിൽ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ആദ്യ പ്രസംഗത്തിൽ താൻ പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. എങ്കിലും ഞാനതെടുത്ത് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ട് കർത്താവിൽ ശരണപ്പെടും. ആത്മനിറവിൽ പത്രോസ് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗം ഇതാണ്: ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും രക്ഷിതാവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പത്രോസിനോടും ശേഷ അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരെ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, റിപ്പൻറ്റന്റ് ആൻഡ് ബാപ്റ്റിസം, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുക. ഇന്ന് ആൽബിയ കുളത്തിൽ ഇല്ലാതിരിക്കുന്ന ഒരു അനുഭവമാണെന്ന് ഞാൻ എടുത്തു പറയട്ടെ. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്നില്ല. കടം മാറ്റി, കഷ്ടത മാറ്റി, കണ്ണീര് തുടച്ച്, രോഗം മാറ്റി, വിസ മേടിച്ചു കൊടുത്ത്, എമിഗ്രേഷൻ മേടിച്ചു കൊടുത്ത്, പിന്നെ വിദേശ യാത്രകൾക്കുള്ള വഴികൾ തുറന്നു കൊടുത്ത്, പലരെയും സഭയിൽ കൊണ്ടുവന്ന് മുക്കിപ്പൊക്കി, പണ്ടൊരു വാസു പറഞ്ഞ പോലെ ഉണങ്ങിയ പാപിയെ നനഞ്ഞ പാപിയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് കണ്ടുവരുന്നത്. ദൈവമക്കൾ ക്ഷമിക്കണം, ഞാനിത് തുറന്നു പറയുന്നത്. അടിമുടി നമ്മൾ തെറ്റിക്കിടക്കുകയാണെന്ന് പറഞ്ഞാൽ 100% അത് ശരിയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കേരളക്കരയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യനായ ഒരു പാസ്റ്ററിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടു. കേരളം ഭരിക്കണമെങ്കിൽ പെന്തക്കോസുകാർ തീരുമാനിക്കണം ആര് ഭരിക്കണമെന്ന്. 2025 പഞ്ചായത്തുകളും അതും ഇതുമൊക്കെ ഭരിക്കാൻ വേണ്ടി ഒരു കൂട്ടം പെന്തക്കോസുകാരിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രാപിച്ച് അവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. ഇനി ഈ 26 നടക്കുന്ന ഇലക്ഷനിൽ, പ്രധാന ഇലക്ഷനിൽ ഭരണസാരഥ്യം ഏറ്റെടുക്കാൻ പെന്തക്കോസ് സമൂഹം മുമ്പോട്ടിറങ്ങുന്നു. അത് കേട്ട് ഞാൻ ദുഃഖിച്ചു, വിലപിച്ചു, സങ്കടപ്പെട്ടു. അത് പ്രസംഗിച്ച പാസ്റ്ററിനെ ഒരു സഹോദരി വിളിച്ചത് മാമന് ഭരിക്കാനുള്ള പൂതി. അവര് ഒരു ക്ലിപ്പ് ഇറക്കിയത് ഞാൻ കണ്ടിട്ട് വാസ്തവത്തിൽ എനിക്ക് ഭയങ്കര അത് ചിന്തയായി മാറി. ആ സഹോദരി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യം വിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക എന്നാ. 100% ശരിയാത്. എന്തുകൊണ്ട് ഇക്കൂട്ടരിങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഈ ലവോദിക്കയുടെ പ്രസംഗം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഈ ലവോദിക്ക എന്ന വിഷയത്തിലെ പ്രധാന സന്ദേശം ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ച് ഗ്രഹിപ്പിക്കാം. ലവോദിക്ക സഭയുടെ ദൂതൻ എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ഉഷ്ണവാനോ ശീതവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ട് കളയും. അപ്പൊ ലവോദിക്ക കാലഘട്ടം, കർത്താവിൻ്റെ വരവിന് മുൻപ് ഈ ഭൂമിയിലുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ ആത്മീക നിലവാരത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്ത് കാണിക്കുന്നു. ശീതവാനല്ല, ഉഷ്ണവാനല്ല, ശീതോഷ്ണവാൻ, ലൂക്ക്വാം വാട്ടർ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുങ്ങേണ്ട, ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധനവ് പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് ദൈവരാജ്യത്തിൻ്റെ അംശങ്ങളായി തീരുവാൻ ദൈവവചനം അനുസരിച്ച് ഒരുക്കം പൂർത്തീകരിക്കേണ്ട പുതിയ നിയമസഭ
ശീതവാനല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ, രണ്ടും കെട്ട പരുവത്തിൽ കിടക്കുക. ഓശാപ്രവചനത്തില് എഫ്രൈമിനെ കുറിച്ച് പറയുന്നത് മറിച്ചിടാത്ത ദോശ, ഒരു വശം വെന്തു ഒരു വശം വെന്തില്ല. ഏകദേശം അതുപോലെ ഒരു അനുഭവം. എന്താണ്? ശീതവാനല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ, രണ്ടും കെട്ട പരുവം. വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വെച്ചു, ചോറൊക്കെ വെച്ചു, കത്തിച്ച് ഒരാൾ അല്ലെങ്കിൽ ഒരു സഹോദരി കുറച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യത്തിന് വീട്ടിലോട്ടൊന്ന് പോയി, എന്തോ വീട്ടിലെ കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് വിറക് കെട്ടുപോയി, വെള്ളം വാടിപ്പോയി, വാട്ടവെള്ളപ്പരുവം, ലൂക്ക്വാം വാട്ടർ എന്നാണ് ഈ ലവോദിക്കയിലെ വിശ്വാസികളെ കുറിച്ച് പറയുന്നത്. ശീതവാനല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ, വായിൽ നിന്ന് ഉമിണ്ണു കളയുന്ന അവസ്ഥയിലേക്ക്. അപകടം, അപകടം, അപകടം എന്ന് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുക, ഈ അനുഭവത്തെക്കുറിച്ച്. കാരണം കർത്താവ് വരുമ്പോൾ ആത്മീക വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച്, ദൈവവചനത്തിന്റെ വിശുദ്ധിയും നിർമ്മലതയും ഗ്രഹിച്ച് അനുസരിച്ച് ഒരു നിർമ്മല കന്യകയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ ക്രിസ്തുവിന്റെ ഏകപുരുഷനെ നിർമ്മല കന്യപ്പിപ്പാൻ ഇളവ് നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു നിർമ്മല കന്യകയായിട്ട് സഭ നിൽക്കണം. മണവാളൻ വരുമ്പോൾ ക്രിസ്തു സഭയുടെ തല എന്നുള്ള നിലയിൽ പഠിക്കുമ്പോൾ ശരീരമാം സഭ തലയായ ക്രിസ്തുവിൽ നിന്ന് ഉപദേശം കേട്ട് ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിനുള്ളവർക്ക് നടത്തപ്പെടണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ദൈവത്തിന്റെ മന്ദിരമാണ് സഭ. ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായിട്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇന്ന് അങ്ങനെയൊക്കെ ആണോ? അങ്ങനെയൊക്കെ ആണോ? അങ്ങനെയൊക്കെ ആണോ? അല്ലല്ലോ. നമ്മൾ വളരെ വിദൂരതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക ആത്മീയ വിഷയത്തിൽ. ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലത്ത് ആ നിലവാരത്തിലേക്ക് സഭ മാറ്റപ്പെടും എന്ന് വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ എന്തിന് ഇത് ഇത്ര ശക്തിയോടെ വിളിച്ചു പറയുന്നു? സഭ അതിൻ്റെ പഥ്യവചനം, പഥ്യോപദേശം വിട്ട് അബദ്ധസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവസഭ അതിൻ്റെ പാത വിട്ടു പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദൈവസഭയ്ക്ക് ദൈവം കൊടുത്ത പഥ്യവചനം, പഥ്യോപദേശം ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തത് മോശയിക പ്രമാണമാണ്. കൊല്ലുന്ന പ്രമാണം, മരണത്തിൻ്റെ പ്രമാണം, ഇരുട്ടിൻ്റെ പ്രമാണം, അതിനെല്ലാം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് തിരുത്തുന്നതായിട്ട് കാണാൻ കഴിയുന്നു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ഞാനോനോട് പറയുന്നു, ഞാനോനോട് പറയുന്നു, ഞാനോനോട് പറയുന്നു, മോശ പ്രമാണത്തിൽ അങ്ങനെ പറയുന്നു, ഞാനോനോട് പറയുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വളരെ ശക്തമായി ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ന്യായപ്രമാണത്തെ പൊളിച്ച് പുതിയ നിയമം സ്ഥാപിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അത് ആ നിലയിൽ പഠിക്കുന്ന എത്ര പേരുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. അപ്പൊ ലവോദിക്ക വാട്ടപ്പള്ളപ്പരുവമായി കിടക്കുക. ശീതവാനല്ല, ഉഷ്ണവാനല്ല. ശീതവനായിരുന്നേ കൊള്ളായിരുന്നു, അല്ലെ ഉഷ്ണവാനായില്ലേ? ശീതോഷ്ണവാൻ, വായിൽ നിന്ന് ഉമിണ്ണു കളയുന്ന, പല്ല് തേച്ചിട്ട് തുപ്പിക്കളയുന്ന അവസ്ഥയിലേക്ക് സഭ കിടക്കുക. എന്താ കാര്യം? താഴോട്ട് വായിക്കട്ടെ. ഹല്ലേലൂയ. അതിന് 17-ാമത്തെ വാക്യം, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കുക. ഇവിടെ പ്രധാനമായിട്ട് സഭയെക്കുറിച്ച് പറയുന്നത് കർത്താവിൻ്റെ വരവിന് മുൻപുള്ള ദൈവസഭയെന്ന് അഭിമാനിക്കുന്ന സഭകളുടെ ആത്മീയ നിലവാരം നിർഭാഗ്യവന്മാരും അരിഷ്ടന്മാരുമായി തീർന്നിരിക്കുക. എന്താ കാര്യം? ആത്മീക ദാരിദ്ര്യത്തിലും ആത്മീക കുരുടിലും ആത്മീക നഗ്നതയിലുമാണ് ഇന്ന് സഭ ആയിരിക്കുന്നത്. ആത്മീയമായിട്ട്, ഭൗതികമായിട്ട്
പെന്തക്കോസ്താർക്കുള്ളതുപോലെ കാശ് മറ്റേതെങ്കിലും ജാതിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അതുപോലെ അവരെ ദൈവം അനുഗ്രഹിച്ചു എന്നാ പറയുന്നത്. തെറ്റിപ്പോയി. ദൈവാനുഗ്രഹം ആത്മീകമാണെന്ന് പ്രബുദ്ധനായ ദൈവമക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. പഴയ നിയമസഭയെ ഭൗതികമായി ദൈവം അനുഗ്രഹിച്ചു. അബ്രഹാമിന് സമ്പത്തുണ്ടായി, ലോത്തിന് സമ്പത്തുണ്ടായി, പഴയ നിയമത്തിലെ ഭക്തന്മാർക്കെല്ലാം വലിയ സമ്പത്തുണ്ടായി, ജോബിന് സമ്പത്തുണ്ടായി, യോസേപ്പ് സമ്പന്നനായി, ഇസഹാക്ക്, യാക്കോബ് ഇവരെല്ലാം സമ്പന്നന്മാരായി. ഭൗതിക സമത്തിന്റെ തിമിർപ്പിലായിരുന്നു പഴയ നിയമസഭയിലെ പ്രിയപ്പെട്ടവർ പലരും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അത് നേരെ തിരിഞ്ഞിരിക്കുക. ആത്മീക സമ്പത്ത് കൊണ്ടാണ് തൻ്റെ സഭയെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നത്. വിശ്വാസത്തിലും സമ്പന്നത, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നത, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമ്പന്നത, സന്തോഷ സമൃദ്ധി, പ്രത്യാശയുടെ സമൃദ്ധി, സകല വനത്തിലും പരിജ്ഞാനത്തിലും സമൃദ്ധി, ആത്മീകമായ സമൃദ്ധിയുടെ ഒരു നിറവിൻ്റെ അനുഭവമാണ് പുതിയ നിയമസഭയെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. അത് ഇന്ന് പാസ്റ്റർമാർ പ്രസംഗിച്ച് ഭൗതികത്തിലേക്ക് വലിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു തിരുത്തൽ നമുക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ആത്മീക സമ്പന്നതയിലേക്ക് നമ്മൾ വരിക. ആത്മീക സമ്പന്നതയിലേക്ക്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതില്ല. കർത്താവ് എന്തിനാ ദരിദ്രനായി ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞത്? നാം ആത്മീക സമ്പന്നത പ്രാപിക്കാനാണ്. അത് തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക പാസ്റ്റർമാർ. നിന്നെ സമ്പന്നനാക്കാനാ കർത്താവ് ദരിദ്രനായത്. ദാറ്റ് ഈസ് അനദർ ഗോസ്പൽ, അനദർ സ്പിരിറ്റ്. ഹല്ലേലൂയ. അനദർ ക്രൈസ്റ്റ്. അവരെയാണ് പ്രസംഗിക്കുന്നത്. അപകടം മണത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പുതിയ നിയമസഭയെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ആത്മീകമായിട്ടാണ്. പുതിയ നിയമസഭയെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന നാം അനേക കഷ്ടങ്ങളുടെ ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാകുന്നു. കർത്താവ് ഉറപ്പിച്ച് ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പാൻ പോരാടും. പലരും കിടപ്പാൻ നോക്കാൻ കഴിയില്ല. താനും ഇടുക്കുവാതിൽ, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. സഹോദരങ്ങളെ ചിന്തിക്കുക. ഞാൻ ലവോദിക്ക എന്ന സബ്ജക്റ്റിലേക്ക് പിന്നെയും മടങ്ങി വരട്ടെ. അപ്പോൾ കർത്താവിൻ്റെ വരവിന് മുമ്പ് ഭൂമിയിലായിരിക്കുന്ന ലവോദിക്ക എന്ന സഭ അല്ലെങ്കിൽ ആ കൂട്ടം, ആ അനുഭവം ഉള്ളവർ എങ്ങനെയുള്ളവരാ? ശീതവാനല്ല, ഉഷ്ണവാനല്ല. ശീതവാനാങ്കിൽ കൊള്ളായിരുന്നു, ഉഷ്ണവാനാങ്കിൽ കൊള്ളായിരുന്നു. ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും. നമ്മുടെ കാര്യം പോക്കാണെന്ന് എഴുതി വച്ചിരിക്കുന്നത്. എങ്ങനെ? ഒന്നുകിൽ ശീതവാനാകണം അല്ലെങ്കിൽ ഉഷ്ണവാനാകണം. ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഞാൻ ഉമിണ്ണ് കളയും. ശ്രദ്ധിച്ചേ, ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചേ. അങ്ങനെ ഉമിണ്ണ് കളയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഈ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 22 വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഘനമായ കാതലായ സബ്ജക്റ്റ്. ഹല്ലേലൂയ. സഭയുടെ നിലവാരം എന്താ? ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും എന്ന് നീ അറിയാതിരിക്കുന്നു. അപ്പൊ സഭയുടെ നിലവാരം സഭയ്ക്ക് അറിയത്തില്ല. സഭകളുടെ ആത്മീക നിലവാരം അവർക്കറിയത്തില്ല. അവരേറ്റവും താണു കിടക്കുക. രാഷ്ട്രീയക്കാരെ പോലെ ഭരിക്കാൻ വേണ്ടി, ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി, ഭരണം പിടിച്ചെടുത്ത് അതിൽ നിന്ന് ഭൗതികം കൊയ്യാൻ വേണ്ടി പെന്തക്കോസുകാരനും അരയും കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുക, സമ്പത്തുണ്ടാക്കാൻ. ഹല്ലേലൂയ. അവിടെ നമ്മൾ പാളിപ്പോയി. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന പൗലോസിന്റെ ഉപദേശം. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ള വേദ വിട്ടോടി.
സത്യം, നീതി, വിശുദ്ധി, സ്നേഹം, പരിജ്ഞാനം ആദ്യാവയെ പിന്തുടരുക, വിശ്വാസത്തിന് നല്ല പൂർവ്വരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഉപദേശം. സങ്കീർത്തനം വായിച്ച് പാട്ടും പാടി പ്രസംഗിച്ച് മുമ്പോട്ട് പോയാൽ പുതിയ നിയമസഭയുടെ ഉപദേശം നമുക്ക് കിട്ടുകയില്ല. പുതിയ നിയമയുടെ ഉപദേശം കർത്താവായ യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചത് അപ്പോസ്തലന്മാരിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കണം. പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയും അവരെഴുതി വെച്ചിരിക്കുന്ന വചനങ്ങൾ പുതിയ നിയമസഭയുടെ ഉപദേശമാണ്. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം, ഞാൻ എഴുതുന്നത് ദൈവത്തിന്റെ കൽപ്പന. 1 കൊരിന്ത്യർ 14:37. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളാണ് പുതിയ നിയമസഭയ്ക്ക് അപ്പോസ്തലന്മാർ മുഖാന്തരം തന്നിരിക്കുന്നത്. അത് തട്ടിക്കളയരുത്, അത് കുടിച്ചു മൂടരുത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലേഖനങ്ങളാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുക. 2 Thessalonians 2:15 ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ. അപ്പൊ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണമാണ് ലേഖനങ്ങൾ, പുതിയ നിയമ ഉപദേശം, പഥ്യവചനം, പഥ്യോപദേശം. അത് കേട്ട് അനുസരിക്കണം നമ്മൾ. അല്ല, നമ്മൾ മറ്റൊന്നിലേക്ക് പോകരുത്. ഹല്ലേലൂയ. അപ്പോ ഇവിടെ ലവോദിക്കര് പറയുന്നത് എന്താ? ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും വിട്ടില്ല, ആത്മീയമായി. അപ്പൊ കർത്താവ് ദൈവപുത്രന്റെ ഉപദേശം എന്താ സഭയോടുള്ളത്? നീ ദരിദ്രൻ, നീ കുരുടൻ, നീ നഗ്നൻ, തന്നിമിത്തം അരിഷ്ടന്മാരും നിർഭാഗ്യവന്മാരുമായി തീർന്നു എന്ന് നമ്മൾ ഗ്രഹിക്കണം. അരിഷ്ടനും നിർഭാഗ്യവാനും എങ്ങനെയായി? ആത്മീക കുരുട് ബാധിച്ചപ്പോൾ, ആത്മീക നഗ്നത ബാധിച്ചപ്പോൾ, ആത്മീക ദാരിദ്ര്യം പ്രാപിച്ചപ്പോൾ. സ്വത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ ഗഹനമായ ഒരു സബ്ജക്റ്റിലേക്കാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കർത്താവിൻ്റെ വരവിന് മുൻപുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ കിടക്കുന്നത് ശീതവാനല്ല, ഉഷ്ണവാനല്ല, ശീതോഷ്ണവാൻ. സാധാരണ എല്ലാവരും പറയുന്ന ഒരു പദമുണ്ട്, പെന്തക്കോസ്ത് സമൂഹം മുഴുവൻ ജീർണിച്ചു പോയി, പെന്തക്കോസ്ത് സമൂഹം മുതൽ തകർന്നു കിടക്കുന്നു, പെന്തക്കോസ്ത് സമൂഹം ഇല്ലായ്മയായി പോയി, പെന്തക്കോസ്ത് സമൂഹം പേരിന് വേണ്ടിയുള്ളതാണ്. ശരിയാത്. കാരണം ഈ അവസ്ഥയിൽ കിടക്കുക ആത്മീയ കുരുടന്മാരും ആത്മീയ ദരിദ്രന്മാരും ആത്മീയ നഗ്നന്മാരും. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ സംഭവിച്ചെന്താ? എപ്പോഴും പറയാനുള്ള ഭാഗമാണ്. യഹൂദ മതമാണ് നിലനിന്നത്. അവരുടെ ദേവാലയം, യെരൂശലേം ദേവാലയം, ശക്തമായ ദേവാലയം, പുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാവരും ഉണ്ട്. കർത്താവ് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങൾ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. സ്വത്രം. ഇന്ന് സഭകൾ കള്ളന്മാരുടെ ഗുഹയെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല, യാഥാർത്ഥ്യമുണ്ട്. എല്ലാവരെയും കുറിച്ചല്ല. ഒരു ചെറിയ ന്യൂനപക്ഷം ദൈവവചനത്തിന്റെ വിശുദ്ധിക്കും നിർമ്മലതയ്ക്കും വേണ്ടി നിലകൊള്ളുന്നുണ്ട്. അത് ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം സമ്പത്തുണ്ടാക്കാൻ നടക്കുക. ഞാനത് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പറയുക. പാസ്റ്റർ ഗേഹസിയന്മാരാണ്. ഹല്ലേലൂയ. പൗലൂസിന്റെ കൂടെ നടന്ന ശുശ്രൂഷ ചെയ്ത ഒരു കർത്താവിന്റെ ദാസൻ എന്ത് ചെയ്തു? തെസ്സലോനിക്കയിലേക്ക് പോയി എന്നെ വിട്ട്. ഹല്ലേലൂയ. ദേമാസുമാരും ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായ നിക്കോദിമസുമാരും എന്ന് വേണ്ട ഏറ്റവും അതപ്പതിച്ച അവസ്ഥയിലേക്ക് നമ്മുടെ നേതൃത്വ നിരകൾ മാറി. ബാബു വേട്ടമല പാസ്റ്റർ ഇങ്ങനെ പറയും, എനിക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെ ക്രൈസ്തവ ഗോളത്തിൽ അനുകരിക്കാൻ കൊള്ളാകുന്ന ഒരു ലീഡർമാരും ഇല്ലവേയില്ല. 100% ഞാൻ അതിനോട് യോജിക്കുന്നു. ഹല്ലേലൂയ. കാരണം ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണമായി കിടക്കുക. ധനവാൻ സമ്പന്നൻ എന്ന് പറയുന്നു, പക്ഷെ ദരിദ്രൻ, ആത്മീയ ദരിദ്രൻ, ആത്മീയ കുരുടൻ, ആത്മീയ നഗ്നൻ. ഇതാ ഇവിടുത്തെ വിഷയം. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം ഇതാ. സാത്താന്റെ ചതിയേറ്റ് കിടക്കുക. ഹല്ലേലൂയ. ദുഷ്ടനായ സാത്താന്റെ ചതിയേറ്റ് കിടക്കുക ഇന്നത്തെ ആത്മീയ കോളം. സത്യവചനം, പഥ്യോവചനം, പഥ്യോപദേശം കാറ്റിൽ പറത്തി അവർക്ക് തോന്നുന്നത് പോലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപകടം മണത്തത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാനോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാതെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് കർത്താവ് പറഞ്ഞു. ഓൾ നേഷൻ, സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളാം. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, ഞാനിത് ശക്തിയോടെ വിളിച്ചു പറയുന്നതിൻ്റെ താല്പര്യം, ഉദ്ദേശശുദ്ധി നിങ്ങൾ മനസ്സിലാക്കണം. ശുദ്ധഹൃദയം,
നിർവ്യാജ വിശ്വാസം, ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ഒരു ദൈവസ്നേഹം ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് ഇന്ന് വിശ്വാസികളിലില്ല. ശുദ്ധഹൃദയമില്ല, നല്ല മനസ്സാക്ഷിയില്ല, നിർവ്യാജ വിശ്വാസമില്ല. പഥ്യവചനം, പഥ്യോപദേശത്തിന് സഭയ്ക്ക് സ്ഥാനമില്ല. പ്രവൃത്തി 2:32 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. പുതിയ നിയമസഭയെന്ന് ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയണമെങ്കിൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, കൂട്ടായി മരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം. അല്ലാതെ രക്ഷയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിഷയത്തിലേക്ക് പിന്നെയും മടങ്ങി വരുന്നു. ഈ ആത്മീക ദാരിദ്ര്യം എങ്ങനെ മാറ്റപ്പെടും? ദൈവസഭയുടെ സമ്പത്ത് ഉപനിധി പഥ്യവചനം, പഥ്യോപദേശമാണ്. 3.5 നൂറ്റാണ്ട് വരെ സഭ ഉപദേശത്തിൽ നിലനിന്നു എന്നാണ് ചരിത്ര പുസ്തകത്തിൽ നിന്നും ചരിത്രകാരന്മാരിൽ നിന്നും നമുക്ക് പഠിക്കാൻ കഴിയും. അതിനുശേഷം ഉസ്തന്ത്യോസ് എന്ന് പറഞ്ഞൊരു ജഡീകൻ, ഒരു രാജാവ് സഭയിലേക്ക് നുഴഞ്ഞു കയറി. അത് മുഖാന്തരം സഭ എല്ലാവർക്കും ചേക്കാറാനുള്ള ഒരു പ്രസ്ഥാനമായി മാറി. ഉപദേശത്തെ കുഴിച്ചുമൂടി. പഥ്യവചനം, പഥ്യോപദേശത്തിന് ആദരാജ്ഞലി. സഭ ദുരുപദേശത്തിൽ കിടന്ന് വട്ടം കറങ്ങാനായി. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനം, ഭക്തിക്കൊത്ത് ഉപദേശം സഭയിൽ പ്രസംഗിക്കാതെ, അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയിൽ പ്രസംഗിക്കാതെ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോകുന്നു എന്നുള്ള ആ ഉപദേശം വിട്ടിട്ട് മറ്റു പലതും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് പ്രയോജനം അതുകൊണ്ട്? എന്ത് പ്രയോജനം? ആർക്കെന്ത് പ്രയോജനം? നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി. അപ്പോൾ ഉപദേശം പഠിച്ചനുസരിക്കാതെ സഭയ്ക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഉപദേശം, പഥ്യവചനം, പഥ്യ ഉപദേശം, ഉപനിധി അത് വിട്ടപ്പോൾ സഭ ദാരിദ്ര്യത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് സ്തോത്രം, കുരുടൻ എങ്ങനെയായി? പരിശുദ്ധാത്മാവിലുള്ള കാഴ്ചപ്പാടിൽ ദൈവവചനം പ്രസംഗിക്കുന്നത് നിർത്തിയിട്ട് തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കുക, ബുദ്ധിയുടെ പ്രമാണത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ ലോകത്തിന്റെ ജ്ഞാനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷതമാക്കി. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ നമുക്ക് വേണ്ടുന്നത് ഈ പഥ്യോപദേശം, പഥ്യോപദേശത്തിന്റെ പഠനങ്ങളാണ്. പഥ്യവചനം, പഥ്യോപദേശത്തിന്റെ പഠനങ്ങളാണ്. സഭയെ ദൈവത്തിൽ കളങ്കമില്ലാത്തവരായി നിൽക്കണമെങ്കിൽ ഈ പഥ്യോപദേശം, പഥ്യവചനം തന്നെ പ്രസംഗിക്കപ്പെടണം. അപ്പോസ്തലൻ ഉപദേശം തന്നെ സഭയിൽ പ്രസംഗിക്കണം. ലവോദിക്യ കുരുടിൽ കിടക്കുകയാണ്, ദാരിദ്ര്യത്തിൽ കിടക്കുകയാണ്, പിന്നെ നഗ്നതയിൽ കിടക്കുക. ദൈവം തന്ന രക്ഷാവസ്ത്രം, നീതി വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ ആത്മീയ നഗ്നനായി. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ആത്മീക കുരുട്, പരിശുദ്ധാത്മാവിലുള്ള കാഴ്ചപ്പാടിൽ വചനം സംസാരിക്കാൻ കഴിയാതെ വന്നപ്പോൾ ബുദ്ധിയിലുള്ള ശുശ്രൂഷകളും ബുദ്ധിയിലുള്ള പഠിപ്പിക്കലും ആയപ്പോൾ എന്ത് പറ്റി? ആത്മീക അന്ധന്മാരായി സഭ, ക്രൈസ്തവ സമൂഹം. ഉപനിധി, പഥ്യവചനം, പഥ്യോപദേശം വിട്ടുകളഞ്ഞപ്പോൾ ആത്മീയ ദാരിദ്ര്യത്തിലേക്ക് പോയി. ദൈവം നമുക്ക് രക്ഷാവസ്ത്രം തന്നു, നീതിൻ വസ്ത്രം തന്നു, കല്യാണ വസ്ത്രം തന്നു. 10:22 കല്യാണത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട് കല്യാണ വസ്ത്രം ഇട്ടില്ലണം. അല്ലാതെ ഒരുത്തൻ ചെന്നു, സ്നേഹിതാ നീ എങ്ങനെ വന്നു? അവൻ പല മറുപടിയൊക്കെ പറഞ്ഞെങ്കിലും അവനെ ചുഴറ്റിയെടുത്ത് കർത്താവ് കയ്യും കാലും കെട്ടി തീപ്പൊയ്യിലിടാനായിട്ട് പറയുന്നുണ്ട്. എത്ര ഭീകരമായ ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ആത്മീക കുരുട്, ആത്മീക ദാരിദ്ര്യം, ആത്മീക നഗ്നത. രക്ഷാവസ്ത്രം, നീതിൻ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ നഗ്നനായി അത് തിരിച്ചു പിടിക്കണം. പരിശുദ്ധാത്മാവുള്ള കാഴ്ചപ്പാടിലേക്ക് സഭ മടങ്ങി വരണം. പഥ്യവചനം, പഥ്യോപദേശത്തിലേക്ക് സഭ മടങ്ങി വരണം. അതാണ് ഈ ലവോദിക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭയുടെ ശുശ്രൂഷകന്മാര് ഒരു വല്ലാത്ത പരുവത്തി കിടക്കുക. എഫെസോസ് സഭയുടെ ദൂതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വളരെ വിചിത്രമായ ഒരു വിഷയമാണ് അവിടെ പറയുന്നത്. എഫെസോസ് സഭയുടെ പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തത്, അപ്പോസ്തലന്മാരല്ലാതിരിക്കുക, അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് വന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടത്, ഒട്ടനവധി ഗുണങ്ങളുള്ള സഭയെക്കുറിച്ച് പറയുന്നത്
നീ മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. അതായത് നിന്നെ തള്ളിക്കളയും, ദൈവസഭയിൽ നിന്ന് വിട്ടുകളയും, നശിപ്പിച്ചു കളയും, നിരത്തി കളയും. 6-7 കൂട്ടം ഗുണങ്ങളുള്ള എഫെസോ സഭയെ കുറിച്ച് ദൈവം അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് കാണുന്ന ദൈവസഭ എന്ന് പറയുന്ന നമ്മളെ കുറിച്ച് എന്ത് പറയും കർത്താവ്? എനിക്കറിയില്ല. അതുകൊണ്ട് ഈ ലവോദിക്ക എന്നുള്ള സബ്ജക്റ്റ് നന്നായി പഠിക്കുക. യെശയ്യാപ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ യെശയ്യാപ്രവചനം 56-ാം അധ്യായത്തിൻ്റെ 10, 11, 12 വാക്യങ്ങൾ. അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വയ്യാത്ത ഊമനായ്ക്കൾ തന്നെ. അവർ നിദ്രാപ്രിയരായി സ്വപ്നം കണ്ടു കിടക്കുന്നു. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തി വരാത്ത കൊതിയന്മാർ തന്നെ. ഈടയന്മാരോ സൂക്ഷിപ്പാൻ കഴിയാത്തവർ. അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താൻ്റെ വഴിക്കും താന്താൻ്റെ ലാഭത്തിലേക്കും തിരിഞ്ഞിരിക്കുന്നു. ദുരുപദേശം പ്രസംഗിക്കപ്പെടുമ്പോൾ അതിനെതിരെ ശക്തമായി കുരയ്ക്കുക. പ്രസംഗിക്കാൻ കഴിയാത്ത ഊമനായ്ക്കളായി ഇന്നത്തെ ശുശ്രൂഷകന്മാരിൽ നല്ലൊരു പങ്ക് മാറിക്കളെ. ആത്മീയ ദാരിദ്ര്യം, ആത്മീയ കുരുട്, ആത്മീയ നഗ്നത, ലാഭം കൊയ്യാനായിട്ടുള്ള ശുശ്രൂഷ, 10 ചക്രം ഉണ്ടാക്കുക എന്നുള്ളതാണ് നല്ലൊരു ശതമാനം ശുശ്രൂഷകന്മാരുടെ ലക്ഷ്യമെന്ന് എനിക്ക് തോന്നിപ്പോവുക. റേറ്റ് പറഞ്ഞ് പ്രസംഗിക്കുക. സാംബശിവന്റെ പ്രസംഗത്തിന് 25,000 രൂപ, ഉപദേശിയുടെ പ്രസംഗത്തിന് 30,000 രൂപ. അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ നേരെ ആത്മീയത്തിൽ നിന്ന് നേരെ മൂക്കുകുത്തി ആത്മീയ കുരുടന്മാരായി, ആത്മീയ നഗ്നന്മാരായി, ആത്മീയ ദരിദ്രന്മാരായി ഇവിടുന്ന് സഭ മടങ്ങി വരണം. കർത്താവിൻ്റെ വരയിൽ പോകണമെങ്കിൽ സഭ ഇവിടുന്ന് മടങ്ങി വരണം. ഈ യോഹന്നാൻ എഴുതിയ ആത്മീക സമ്പത്തിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്കും രക്ഷാവസ്ത്രവും നീതിവസ്ത്രവും തിരിച്ചു പിടിച്ച് സഭ പൂർണ്ണതയിലേക്ക് വരണം. അല്ലാതെ സഭയെ ചേർക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതിലേയും പോകുന്ന കന്യയെ ചേർക്കാനല്ല വരുന്നത്. ഞാൻ ക്രിസ്തു അനേക പുരുഷനെ നിർമ്മലയെ എണീപ്പിപ്പാൻ നിർവാഹം ചെയ്തിരിക്കുന്നു. സർപ്പം ഉപായത്തെ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുന്നു ഭയപ്പെടുന്നു. അപ്പൊ വഷളത്വത്തിലേക്ക് പോകാത്ത നിർമ്മല കന്യയായിരിക്കണം കർത്താവ് വരുമ്പോൾ. കറ, വാട്ടം, ചുളുക്കം പാടില്ല. രക്ഷാവസ്ത്രം നീതിവസ്ത്രത്തിൽ കറ വരളാൻ പാടില്ല, ചുളുക്കം വരാൻ പാടില്ല. നിർമ്മല കന്യക, ചേസ്റ്റ് വെർജിൻ, മനസാ വാചാ കർമ്മണ, ഒരു അന്യപുരുഷനെ ഹൃദയത്തിൽ ധ്യാനിക്കാതെ വിവാഹ നിശ്ചയം ചെയ്ത ക്രിസ്തുവിനെ മാത്രം ധ്യാനിച്ച് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിന്ന് പഥ്യോപദേശം പഠിച്ചനുസരിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് നിൽക്കുന്ന ഒരു കൂട്ടത്തിൽ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. അതാ ലവോദിക്കയിലെ വിഷയം. ഹല്ലേലൂയ. കണ്ണിലെഴുതാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുക, പരിശുദ്ധാത്മാവിന്റെ കാഴ്ചപ്പാട്. ആത്മീയ ദാരിദ്ര്യം മാറാൻ പഥ്യോപദേശം തിരിച്ചു പിടിക്കുക. ഹല്ലേലൂയ. ആത്മീയ നഗ്നത മാറാൻ രക്ഷാവസ്ത്രം നീതിയിൽ വസ്ത്രം നഷ്ടപ്പെട്ടു, തിരിച്ചു പിടിക്കുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ലവോദിക്കയുടെ ബുദ്ധിപദേശം ഇന്ന് രാത്രി ശക്തമായി നമ്മൾ തിരിച്ചറിയുക. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.